അങ്ങനെ കണ്ണൂരിൽ തീവാറുന്ന പോരാട്ടം നടക്കുന്ന ഇടമാണ്. അവിടെ എന്താണ് ഈ ദിവസം സംഭവിക്കുന്നത്? അങ്ങനെ വിമത ഭീഷണി CPM-നെ സംബന്ധിച്ച് നേരിടുന്ന ജില്ലയാണ്. തളിപ്പറമ്പിലും മട്ടന്നൂരും പയ്യന്നൂരും ഒക്കെ തന്നെ എല്ലായിടങ്ങളിലും കണ്ണൂരുമൊക്കെ തീവാറുന്ന പോര് ഉറപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ എന്താണ് അവിടെ മുന്നണികളുടെ പ്രതീക്ഷ? ഈ ദിവസത്തെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CK പങ്കുവയ്ക്കും. CK, സൂക്ഷ്മ പരിശോധനാ ദിവസം എവിടെയെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപരന്മാരുടെ ഭീഷണി ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഉണ്ട്? ഈ ദിവസത്തെ ചിത്രം എന്താണ്? കാര്യമായ സ്ക്രൂട്ടിനി പ്രശ്നങ്ങൾ, സൂക്ഷ്മ പരിശോധനാ പ്രശ്നങ്ങൾ എവിടെയും തന്നെ ഉണ്ടായില്ല. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിലാണ് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നത്. 2 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. അതിൽ മതിയായ രീതിയിൽ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. അതാരും തന്നെ, അവർ രണ്ടുപേരും തന്നെ പ്രബലരായ ഏതെങ്കിലും സ്ഥാനാർത്ഥികളല്ല, ഡമ്മികളായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരാണ്. അല്ലാതെ പത്രികകൾക്ക് പ്രത്യേകിച്ച് എല്ലാം തന്നെ വാലിഡായാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളിലെ വലിയൊരു ശതമാനം ടെൻഷൻ എല്ലാം തന്നെ കുറഞ്ഞു. ഇനി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതോടുകൂടി ചിത്രം വ്യക്തമാകും. ഏതൊക്കെ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടാകും, ആ മത്സര രംഗത്തുണ്ടാകുന്ന അതിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഏത്, അതോടൊപ്പം തന്നെ അപരന്മാരായി കൊടുത്ത് യഥാർത്ഥ ജനാധിപത്യത്തിന് കളങ്കം തീർക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വോട്ട് ചോർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾക്ക് ആരൊക്കെ ഭാഗപാത്രമായി, അങ്ങനെയുള്ള രസകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും നടക്കാനുണ്ട്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിലാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ അടക്കം ഇത്തരത്തിൽ അപര സ്ഥാനാർത്ഥിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വിജയൻ എന്നു പേരുള്ള മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ TO മോഹനന് എതിരാളികൾ, ഈ രീതിയിലുള്ള എതിരാളികളുണ്ട്. മോഹന്മാർ വേറെ മത്സരിക്കുന്നു. ഇത് സത്യത്തിൽ കണ്ണൂർ ജില്ലയിൽ വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. നേരത്തെ മുതൽ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ തന്നെ സഹായിച്ച ചരിത്രങ്ങളുമുണ്ട്. പക്ഷേ കാലങ്ങൾ കഴിയുന്തോറും അത്തരത്തിലുള്ള ആൾക്കാരുടെ വരവ് കുറവാണ്. അപരന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. കുറെ കൂടി ഗൗരവമേറിയ മത്സരം നടക്കുന്നു. നമുക്ക് നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് തന്നെ പേരുള്ള അപരനുണ്ടായിരുന്നു. അത്തരത്തിൽ ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തന്നെ കണ്ട് അവരുടെ നാമനിർദ്ദേശ പത്രിക നൽകുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ണൂരിൽ ഉൾപ്പെടെ കേരളത്തിലെല്ലാം തന്നെ പൊതുവിൽ അത് കുറഞ്ഞു വരുന്നു. കണ്ണൂരിലും കുറഞ്ഞു വരുന്നുണ്ട്. ഏതായാലും കണ്ണൂരിൽ പ്രാധാന്യം അർഹിക്കുന്നത് അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ CPM-ൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമായി 2 പേർ മത്സരിക്കുന്നു, തളിപ്പറമ്പിലും പയ്യന്നൂരിലും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം. അതോടൊപ്പം തന്നെ മറ്റ് ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം പേരാവൂരാണ്. KK ശൈലജയും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും തമ്മിൽ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. കടന്നപ്പള്ളി രാമചന്ദ്രനും TO മോഹനനുമാണ് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരം നടക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 11 മണ്ഡലങ്ങളിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. കൂത്തുപറമ്പിൽ ജയന്തി രാജൻ എന്ന് പറയുന്ന ലീഗിൻ്റെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. RJD-യുടെ LDF ബാനറിൽ മത്സരിക്കുന്ന പ്രവീൺ ആണ് അവിടെ, PK പ്രവീൺ ആണ് അവിടെ സ്ഥാനാർത്ഥി. അവിടെയും അതിശക്തമായ മത്സരം തന്നെ നടക്കുന്നു. ഒന്നും പെട്ടെന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അതിസങ്കീർണമായ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ നടക്കുന്നു. ആർക്കും ഇവരുടെ മനസ്സറിയില്ല. ആരും തന്നെ അവരുടെ നിലപാടുകൾ എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഒരുപക്ഷെ V കുഞ്ഞികൃഷ്ണൻ നേരത്തെ പറഞ്ഞതിനേക്കാളും അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതിനേക്കാളും ഗംഭീരമായ പ്രവർത്തനം ആ മണ്ഡലങ്ങളിൽ നടത്തുന്നു. അതിശക്തമായ രാഷ്ട്രീയ മത്സരം നടത്തുന്നു. ഇന്നലെയാണ് TK വിജയൻ സൂചിപ്പിച്ചതുപോലെ ജനമനസ് ആർക്കും അറിയാൻ കഴിയില്ല. അത് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ അത് പ്രകടമാവൂ. അതാണ് ഈ ജനാധിപത്യത്തിന്റെ സവിശേഷത.